വാർത്തകളിലേക്ക് വിശദമായി. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിപട്ടികയിലുള്ള 4 പോലീസ് ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ. SI നുഹ്മാൻ, CPOമാരായ ശശിധരൻ, KJ സജീവൻ, S സന്ദീപ് എന്നിവരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങി. ഇവർക്കെതിരെ വകുപ്പ് തല പുനരന്വേഷണത്തിനും ഉത്തരവിട്ടു. തൃശൂർ റേഞ്ച് DAG ഉത്തരമേഖല IGക്ക് നൽകിയ റിപ്പോർട്ടിൽ സസ്പെൻഷൻ ശുപാർശയുണ്ടായിരുന്നു. VV വിനോദ് വിവരങ്ങൾ നൽകും. വിനോദ്, ഈ സസ്പെൻഷൻ അല്ല പ്രധാനപ്പെട്ട ആവശ്യമെങ്കിൽ പോലും നടപടിയെടുക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല വകുപ്പ് തല പുനരന്വേഷണവുമുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇതോ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുമെന്ന കാര്യം. 4 പേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 2 വർഷം മുൻപ് നടന്ന സംഭവമാണ്. ഇതിലെ പരാതിക്കാരൻ നേരത്തെ തന്നെ വിവരാവകാശം അനുസരിച്ച് ഇത് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് നൽകാൻ ACPO അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് ഈ വിവരാവകാശ കമ്മീഷൻ അംഗം സോണിച്ചൻ ജോസഫിൻ്റെ ഇടപെടൽ ഈ കേസിലുണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് കാരണമാണ് ഈ നിർണായക ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് എത്ര ക്രൂരമായ സംഭവമാണ് സ്റ്റേഷനിൽ നടന്നത് എന്ന കാര്യം വ്യക്തമായത്. ഏതായിരുന്നാലും ഇപ്പോൾ തൃശൂർ റേഞ്ച് DIG നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരമേഖല IGയുടെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ നടപടി കൊണ്ട് കോൺഗ്രസ് തൃപ്തരാകില്ല. ഇതിനകം തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം വന്നു. ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ VD സതീശൻ ഇക്കാര്യം പറഞ്ഞിരുന്നതാണ്. ഏതറ്റം വരെയും പോകും. ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു ചട്ടക്കൂടുണ്ട്, കോൺഗ്രസ് പെരുമാറുന്നൊരു രീതിയുണ്ട്. പക്ഷേ ആ ചട്ടക്കൂടിനപ്പുറത്തേക്ക് പോകാൻ കോൺഗ്രസ് മടിക്കില്ല. ഏതറ്റം വരെയും പോകും. അതിൻ്റെ ഒരു നിയമ പോരാട്ടം ഉണ്ടാകുമെന്ന കാര്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷ നേതാവിനെതിരെ നിലപാടുമായി K സുധാകരൻ രംഗത്തെത്തി എന്നതും വളരെ ശ്രദ്ധേയമാണ്. കാരണം ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്ന ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ഈ ഓണസദ്യ നടക്കുന്നത്. ആ സദ്യയിൽ പങ്കെടുക്കാൻ സതീശൻ പോയത് ശരിയായില്ല, താനായിരുന്നെങ്കിൽ അവിടേക്ക് പോകില്ലായിരുന്നു എന്ന കാര്യം സുധാകരൻ പറയുന്നു. അങ്ങനെ സതീശനെ കൂടി പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റതിന് ശേഷം, ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം സതീശൻ മുഖ്യമന്ത്രിയുടെ സദ്യയിൽ പങ്കെടുത്തത് ശരിയായില്ല എന്ന കാര്യമാണ് സുധാകരൻ പറയുന്നത്. എന്തോ റൈറ്റ്, പുറത്താക്കും വരെ സമരമെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. VS സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കുന്നവരെ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. സസ്പെൻഷൻ അത് ചെറിയ നടപടിയാണ്. സസ്പെൻഷൻ 2 വർഷം മുൻപ് സ്വീകരിക്കേണ്ടതായിരുന്നു. ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷവും സർക്കാർ പോലീസുകാരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സതീശൻ വിമർശിച്ചു. GST പരിഷ്കരണത്തെ വിമർശിച്ച് പോസ്റ്റിട്ട് കോൺഗ്രസ് നേതൃത്വം വെട്ടിലായ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയ ചുമതലയിൽ നിന്നും VT ബൽറാം ഒഴിഞ്ഞു. സംഭവത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. BD ബീഹാർ പോസ്റ്റിൽ ജാഗ്രതക്കുറവും അപാകതയും ഉണ്ടായി എന്ന് സണ്ണി ജോസഫ് പ്രതികരിച്ചു. കോൺഗ്രസിന്റെ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിൽ ശ്രദ്ധക്കുറവും അപാകതയും സംഭവിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് പിൻവലിച്ചുകൊണ്ട് അത് തിരുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതലയുണ്ടായിരുന്ന ശ്രീ VT ബൽറാം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവോടെ അല്ല അത് വന്നത്. അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് തന്നെ അത് മാറണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ വിങ് പുനഃസംഘടിപ്പിക്കാനും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു.